ഓപ്പറേഷൻ തൂഫാൻ ശക്തമായതോടെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരും കച്ചവടക്കാരും പുതിയ മാർഗങ്ങൾ തേടുന്നു. സത്യം പറഞ്ഞാൽ ഇവർ ഈ ബുദ്ധിയൊക്കെ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നാടിന് ഗുണമായനെ, മനുഷ്യന് ഗുണമായനെ. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 12-ലധികം അന്യസംസ്ഥാനക്കാരെയാണ് അങ്കമാലി അതുപോലെ കറുകുറ്റി ഭാഗത്തു നിന്നൊക്കെ തന്നെ പോലീസ് പിടിച്ചത്. അതുപോലെ 116 കിലോ കഞ്ചാവ് ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ആളൊഴിഞ്ഞ സ്റ്റേഷനുകൾ, അതായത് ഷട്ടിലോ അങ്ങനെ ചെറിയ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിനിൽ കയറി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ, പ്രത്യേകമായി നോട്ട് ചെയ്ത് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കഞ്ചാവ് കെട്ടുകൾ എറിയുകയാണ് ഇവരുടെ പരിപാടി. റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന ശക്തമായതോടെയാണ് ഈ ആളൊഴിഞ്ഞ സ്റ്റേഷനുകളിൽ, അവിടെ ചിലപ്പോൾ ഒരാൾ മാത്രമേ അല്ലെങ്കിൽ 2-3 പേർ മാത്രമേ റെയിൽവേ ഡ്യൂട്ടിക്ക് കാണുകയുള്ളൂ. ട്രെയിനിൽ കയറാനും ആളുകൾ കുറവായിരിക്കും. എല്ലാ ട്രെയിനും അവിടെ നിർത്തുകയുമില്ല. ഷട്ടിൽ, പാസഞ്ചർ അല്ലെങ്കിൽ മെമു അങ്ങനെയുള്ള ട്രെയിനുകൾ മാത്രമേ നിർത്തുകയുള്ളൂ. ഈ ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുത്ത് പോകുന്ന വഴിയൊക്കെ തന്നെ ഈ കഞ്ചാവ് കെട്ടുകളും മയക്കുമരുന്ന് കെട്ടുകളും ആളൊഴിഞ്ഞ പറമ്പുകളിലും അതുപോലെയുള്ള വെളിമ്പറമ്പുകളിലും ഒക്കെ നിക്ഷേപിക്കും. കൃത്യമായി ലൊക്കേഷൻ കച്ചവടക്കാർക്ക് അറിയിച്ചു കൊടുക്കും. അവർ വന്ന് ഇത് കളക്ട് ചെയ്തു കൊണ്ടുപോകും. ഇതാണ് ഇവരുടെ പരിപാടി. പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. കൂടുതൽ മാർഗങ്ങൾ ഇവർ തേടുകയാണ്. ഇതിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവർ മാർഗങ്ങൾ മാറ്റുമായിരിക്കും. എന്തായാലും കേരളത്തെ ലഹരി വിമുക്തമാക്കാനുള്ള ഒരു യജ്ഞം തന്നെയാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പോലീസ് എക്സൈസ് സംഘങ്ങളും അതുപോലെ തൂഫാൻ വാരിയേഴ്സും മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ അതിന് ഉണ്ടാകണം. ഇത്തരത്തിൽ എന്തെങ്കിലും പൊതിക്കെട്ടുകളോ മറ്റോ നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ കാണുകയാണെങ്കിൽ തീർച്ചയായും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. കാരണം ഈ റെയിൽവേ പാളങ്ങളുടെ സൈഡിലൊക്കെ തന്നെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും വീടുകളും ആൾപ്പാർപ്പുള്ള വീടുകളും ഒക്കെ തന്നെയുണ്ട്. ചെറിയ വീടുകളും കോളനികളും ഒക്കെ ഉണ്ടാകും. അങ്ങോട്ടൊക്കെ ആയിരിക്കും ഈ പൊതിക്കെട്ടുകൾ വലിച്ചെറിയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള പൊതിക്കെട്ടുകളോ അല്ലെങ്കിൽ അപരിചിതമായ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസിനെയോ എക്സൈസിനെയോ ഉടനടി വിവരം അറിയിക്കണം. അതെടുക്കുകയോ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. അത് പോലീസ് വന്ന് എടുത്തുകൊള്ളും. ഇത്തരക്കാർ, ഈ കഞ്ചാവ് അതുപോലെയുള്ള മയക്കുമരുന്ന് കച്ചവടക്കാർ മയക്കുമരുന്നും മറ്റും ഇത്തരത്തിൽ അവിടെ നിക്ഷേപിച്ച് പോകുന്നതായിരിക്കാം. പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനും ഏകാന്തമായ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ പരിസരത്തുള്ള വീടുകളും ഒക്കെ തന്നെ, വീടുകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ കൂടുതൽ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള ഒരു യജ്ഞമാണ്. എല്ലാവരും, നമ്മൾ നാട്ടുകാരെല്ലാവരും തന്നെ തൂഫാൻ വാരിയേഴ്സാണ്. ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങളെ അമർച്ച ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്, നമ്മുടെ കുട്ടികളുടെ ആവശ്യകതയാണ്, നമ്മളുടെ നാടിൻ്റെ ആവശ്യകതയാണ്. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം എന്ന അഭ്യർത്ഥന ഇപ്പോൾ എക്സൈസും പോലീസും അതുപോലെ മന്ത്രിയും ഒക്കെ തന്നെ പലവട്ടം നടത്തിയിട്ടുണ്ട്. പുതിയ പുതിയ മാർഗങ്ങൾ ഇവർ തേടുകയാണ്. കൂടുതലും നേരത്തെ നമ്മളൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു, സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെയാണ് ഈ സംഘാംഗങ്ങൾ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നത്. ഇപ്പോൾ പരിശോധന എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലെ പൊതു ഇടങ്ങളിലെ മാർക്കറ്റുകളിലെ ഒക്കെ തന്നെ പരിശോധനകൾ ശക്തമാക്കിയതോടെ ഇത് പുതിയ മാർഗങ്ങൾ തേടിക്കൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന്, പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഈ വാട്ടർ ബോട്ടിൽ, അതായത് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്ത് ചാരായം നിറച്ച് പെട്ടിക്കടയിൽ പട്ടാപ്പകൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതും പിടിക്കപ്പെട്ടു. ഇയാളിൽ നിന്ന് 16 കിലോ കഞ്ചാവും പിടിച്ചു. ഇതൊക്കെ തന്നെ പല പല രീതിയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. അതുപോലെ ട്രെയിനിനുള്ളിൽ ഇത്തരം പൊതികളുമായി ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തിരിക്കുകയോ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എമർജൻസി നമ്പറിൽ വിളിച്ച് റെയിൽവേ പോലീസിനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ഒക്കെ തന്നെ വിവരം അറിയിക്കേണ്ടതുമാണ്. നാടിനെ നശിപ്പിക്കാൻ, ഭാവി തലമുറയെ നശിപ്പിക്കാനായിട്ട് ഈ ദുഷ്ടന്മാർ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. അവരെ പൊളിച്ചെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്.